നേമം, കഴക്കൂട്ടം, ആ, പാലക്കാട്, മഞ്ചേശ്വരം. സാറ് മഞ്ചേശ്വരം. പറഞ്ഞ 4 മണ്ഡലങ്ങൾ നമ്മൾ ആ. നേരത്തെ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഈ 4 മണ്ഡലങ്ങൾ? ഈ 4 മണ്ഡലത്തിനും ചില പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നേമമണ്ഡലം നല്ല ഉദാഹരണം എടുക്കാം. നേമമണ്ഡലത്തിൽ ഭൂരിപക്ഷം വാർഡ് കൗൺസിലർമാരും BJP ആണ്. അതെ. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ MLA മാർ അവിടെ ഉണ്ടായിരുന്ന MLA മാർ CPM മത്സരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിലിരിക്കുന്ന MLA മാർക്ക് ആ സ്ഥലത്തൊരു ബന്ധം ഉണ്ടാവും. അതെ. ഒരു പുതിയ ഒരാളെ കൊണ്ടുവരുത്തി ആ ബന്ധം ഉണ്ടാവില്ല. ഈ സമാനം തന്നെയാണ് ഇപ്പോൾ നിയോജകമണ്ഡലത്തിലുള്ള വാർഡ് കൗൺസിലർമാരും മിക്കവരെല്ലാം BJP ആണ്. അവർ 2 മാസക്കാലങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് മണ്ഡലത്തിൽ നല്ല ബന്ധമുണ്ട്. ഇലക്ഷന് നേതൃത്വം വഹിച്ച അവരായിരുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് BJPക്ക് അവിടെ വലിയ നിലയ്ക്കുള്ള വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറുപക്ഷത്ത് ഇപ്പോൾ ശബരിനാഥ് മോശം സ്ഥാനാർത്ഥിയല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ല. ഒരുപക്ഷെ മുരളീധരനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയേക്കാം. അങ്ങനെ കിട്ടുന്ന വോട്ടുകൾ ഏറ്റവും കൂടുതൽ കുറയാൻ പോകുന്നത് ശിവൻകുട്ടിക്കാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വളരെ മോശം സ്ഥാനാർത്ഥി. ഒരു സമയം നല്ല ആളായിരുന്നു, എല്ലാം ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് നിയമമണ്ഡലത്തിൽ അദ്ദേഹത്തിന് നല്ല വ്യക്തിബന്ധമുണ്ട്. പക്ഷെ ഒരാളെ പരാജയപ്പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ളത് അയാൾ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. അതെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ അറിയാമല്ലോ, കെ ബാബു ഉണ്ടായിരുന്നു, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ MLA ആയിരുന്നു. സാമാന്യ മണ്ഡലത്തിൽ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഒരു മന്ത്രി ആയതോടുകൂടി കെ ബാബുവിൻ്റെ നില 8 നില പൊട്ടി എന്നുള്ളതാണ് കണക്ക് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഭരിച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത, അദ്ദേഹത്തിൻ്റെ കഴിവുകേട്, അദ്ദേഹത്തിൻ്റെ വിവരക്കേട്, ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഒരു വികസനത്തെ ലാക്കാക്കി മാത്രമായിട്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ നിയമത്ത് മത്സരിക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വളരെ ദുഃഖിതരാണ്, വളരെ വ്യാകുലരാണ്. അവർ വ്യാകുലതയുടെ പ്രധാനപ്പെട്ട കാരണം അവർ മക്കളൊക്കെ വിദേശത്ത് പോവുകയാണ്. നിരവധി വീടുകൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കേരളത്തിൽ കഴിഞ്ഞ വർഷം മാത്രം പോയത് ഏകദേശം 3.5 ലക്ഷം ചെറുപ്പക്കാരാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയത്. ഈ വർഷം 4 ലക്ഷം ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറുപ്പക്കാർ പോകുന്നതിന് പിന്നിലുള്ള വ്യാകുലതയുള്ള സാധാരണ ജനങ്ങൾ കേരളത്തിൻ്റെ വികസനമാണ്, വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കുതിപ്പാണ് അനിവാര്യമെന്ന് ധരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അത് ശിവൻകുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അവർ വോട്ട് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും. രാജീവ് ചന്ദ്രശേഖരൻ്റെ വ്യക്തിബന്ധങ്ങളല്ല ഘടകം. ഞാൻ വ്യക്തിബന്ധമുണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സക്സസ് പൊളിറ്റീഷ്യനാണ്, ഒരു സക്സസ് ബിസിനസ്മാനാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ പറയുന്ന വിജയത്തിന് സമൂഹം കൊടുക്കുന്നൊരു അംഗീകാരമുണ്ട്. ഈ അംഗീകാരം രാജീവ് ചന്ദ്രശേഖരനോടെ വോട്ടായിട്ട് മാറും. അദ്ദേഹം ആ മണ്ഡലത്തിൽ വിജയിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ സമാനം തന്നെയാണ് കഴക്കൂട്ടത്തെ സംബന്ധിച്ച്. അവിടെയും കടകംപള്ളി സുരേന്ദ്രനെ കുറച്ച് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നെഗ്ലിജിബിളാണ്. മറിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുരളീധരനാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, ഇതിനു മുന്നേ അവിടെ മത്സരിച്ചിട്ടുണ്ട്, വലിയ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്ന് മാത്രമല്ല തോറ്റതോടു കൂടിയിട്ട് നിയോജകമണ്ഡലം വിട്ടുപോയിട്ടുള്ള ആളല്ല മുരളീധരൻ. ഏകദേശം VD സതീശൻ പറവൂരിലെടുത്ത അതേ സമീപനമാണ് മുരളീധരൻ്റെ സമീപനം. അദ്ദേഹം അതിനുശേഷമുള്ള അവിടെയുള്ള എല്ലാ വീടുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, എല്ലാ പ്രവർത്തകരായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, എതിർ പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമായിട്ട് അദ്ദേഹം ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് മുരളീധരനോട് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അവിടെ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൻ്റെ, പ്രത്യേകിച്ച് അവിടെ ടെക്നോ പാർക്കൊക്കെ അവിടെയാണുള്ളത്, ഈ പറയുന്ന സ്ഥലത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന പുതിയ തലമുറ സ്വാഭാവികമായുള്ള രീതിയിൽ മുരളീധരൻ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സമയത്ത് അവിടുന്ന് മുരളീധരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്ഥാനാർത്ഥി വരുന്നത് എൻ്റെ കണക്കിലുള്ളത് പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രനാണ്. ശോഭയെ സംബന്ധിച്ച് ശോഭ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയം എന്നെ സംബന്ധിച്ചില്ല. അതേസമയത്ത് ശോഭയുടെ ഭാഗത്ത് ചില സെറ്റ് ബാക്സ് അവസാന നിമിഷം വന്നിട്ടുണ്ട്. അവസാനം നോട്ട് കൊടുത്തിട്ട് വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിയുള്ള പരിശ്രമം എന്നുള്ള നിലയ്ക്കുള്ള കോൺഗ്രസിൻ്റെതായിട്ടുള്ള വലിയ പ്രചരണത്തിന് 1% ആളുകളിലെങ്കിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശോഭയ്ക്ക് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ശോഭ വനിതകളുടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥി ശോഭയായിരിക്കും. ആ നിയോജകമണ്ഡലത്തിലെ ഏക വനിതാ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. പിന്നെ മികച്ചൊരു സ്ഥാനാർത്ഥിയാണ്. വലിയ വ്യക്തിബന്ധങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട്. ആളുകളുമായിട്ട് വളരെ പെട്ടെന്ന് ഇഴുകിച്ചേരുന്ന സ്വഭാവം അവർക്കുണ്ട്. ഒരു നേതൃപരമായിരിക്കുന്ന ഗുണങ്ങൾ അവർക്കുണ്ട്. അവർക്ക് വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയാം. ഈ തരം വിഷയങ്ങൾ ഇപ്പോൾ നമുക്ക് ചാനലുകളിൽ കാണുന്ന രമേശ് പിഷാരടി ഒന്നും അല്ലല്ലോ. ഒരു നാടിൻ്റെ വികസനത്തിന് പലപ്പോഴും സിനിമാ നടന്മാർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ വലിയ എക്സാമ്പിളാണ് മുകേഷ്.
മുകേഷ് ഒരു വലിയൊരു കൊമേഡിയനായിരുന്നു. പക്ഷെ ആ കൊമേഡിയനായിരിക്കുന്ന ഇദ്ദേഹത്തിന് മുകേഷിന് പോലും ആ കൊല്ലം മണ്ഡലത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടി സാധ്യതയില്ല. അതേപോലെ തന്നെയാണ് രമേശ് പിഷാരടി. നല്ലൊരു സിനിമാ താരമാണ്. അദ്ദേഹം വളരെ തമാശകളൊക്കെ പറയും. അതൊക്കെ കേട്ട് ജനങ്ങൾ പൊട്ടിച്ചിരിക്കാറുണ്ട്. പക്ഷെ വോട്ടിൻ്റെ കാര്യത്തിൽ, ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ, നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ രമേശ് പിഷാരടിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വനിതകളെ സംബന്ധിച്ച് അങ്ങനെ വരുന്ന സമയത്ത് ആ മണ്ഡലം ജയിക്കാനുള്ള സാധ്യത ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ കൂടുതലാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 4 മണ്ഡലങ്ങൾ വളരെയധികം മികച്ച സംഘടനാശേഷി BJPക്ക് ഉള്ള സ്ഥലങ്ങൾ കൂടിയാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ചില സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഏതാണ്ട് ഒരു 10ലേറെ മണ്ഡലങ്ങൾ വലിയ സാധ്യത BJPക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഞാനത് നാലാമത്തെ ഒന്നും കൂടി പറഞ്ഞില്ല. ആ. അത് കെ സുരേന്ദ്രന്റെ മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ കെ സുരേന്ദ്രന്റെ മണ്ഡലത്തിനകത്ത് എതിർപക്ഷം വളരെ സജീവമാണ്, UDF. അപ്പോൾ പലപ്പോഴും അവിടെ UDFകാർ ജയിക്കാറ് LDFകാരുടെ വോട്ടുണ്ടാണ്. ഈ LDF വോട്ട് UDF വോട്ടിന്റെ കച്ചവടം ഇപ്രാവശ്യം നടക്കില്ല. LDFകാർ UDFകാരന് മറിച്ച് കച്ചവടം ചെയ്ത് അങ്ങനെ കിട്ടുന്ന വോട്ട് കൊണ്ടാണ് UDFകാരും ജയിക്കാറ്. ഇപ്രാവശ്യം ഇവർ തമ്മിൽ സംസ്ഥാന ഭരണത്തിന് വേണ്ടിയുള്ള വലിയ മത്സരമാണ് നടക്കുന്നത്. ഈ വലിയ മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പലരും പറഞ്ഞ് UDF ജയിക്കുന്നൊക്കെ പറയുന്നത്. LDFിൻ്റെ വോട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ LDFകാരൻ ഇപ്രാവശ്യം സ്വന്തം പെട്ടിയിൽ തന്നെ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1000 കമ്മ്യൂണിസ്റ്റുകാർ, 1000 വോട്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യണമെങ്കിൽ സുരേന്ദ്രൻ അവിടെ 800-നും 1000-ത്തിനിടയ്ക്കുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്രനെ സംബന്ധിച്ചും ആ മണ്ഡലം സാധ്യതയ്ക്കും എന്ന് തന്നെയാണ്. കാരണം പ്രത്യേകിച്ചൊരു ഓൾ കേരള പൊളിറ്റിക്കൽ സിനാരിയോൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ സുരേന്ദ്രനാണെന്നാണ് എൻ്റെ അനുമാനം. പിന്നെ പ്രിയൻ ചോദിച്ച ചോദ്യങ്ങളാണ്. ചില മണ്ഡലങ്ങൾ ഇപ്പോൾ BJPക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന സാധാരണ നിലയ്ക്ക് 4 സീറ്റ്, അത് ചിലപ്പോൾ 5 സീറ്റ് ആവാം, 11 സീറ്റ് വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം കാട്ടാക്കട മണ്ഡലം, ചാത്തന്നൂർ, ആറന്മുള, തിരുവല്ല, പാല, പൂഞ്ഞാറ്, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾക്ക് BJPക്ക് വലിയ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. 2ാം സ്ഥാനത്ത് വേണ്ടി വന്ന് ജയിക്കാൻ സാധ്യതയുള്ള നാട്ടിക പോലെയുള്ള നിയോജകമണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഒരുപക്ഷെ വേണമെങ്കിൽ 11 മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു ത്രിപുര രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ബംഗാളിൽ സംഭവിക്കുന്ന പോലെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നതെങ്കിൽ അങ്ങനെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ ആളുകളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വികസനത്തെ കുറിക്കുന്ന ധാരണ അവർക്കുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥയെ സംബന്ധിച്ച് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് CPMന് ബദലായിട്ട് ഒരു പ്രതീക്ഷിക്കുന്ന ആൾ BJP ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ BJPയുടെ സീറ്റുകൾ വേണമെങ്കിൽ വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വർദ്ധിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഒരുപക്ഷെ 4-ൽ നിന്ന് 11-ലേക്കോ 12-ലേക്കോ വരെ BJP പോയാൽ അത്ഭുതത്തിന് അവകാശമില്ല. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാട്ടാക്കട പോലുള്ള മണ്ഡലം, PK കൃഷ്ണദാസിനെ പോലെയുള്ള അവിടെയുള്ള മുക്കും മൂലയും നിശ്ചയമുള്ള, ജനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള, 2 പ്രാവശ്യം ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ടും ആ മണ്ഡലം സ്വന്തം ഗ്രാമം പോലെ ഏറ്റെടുക്കുന്ന, സ്വന്തം മണ്ഡലം പോലെ ഏറ്റെടുത്തിട്ടുള്ള ഒരു PK കൃഷ്ണദാസ് കണ്ണൂക്കാരനാണ്. കാട്ടാക്കട വന്ന് താമസമാക്കിയിട്ട് കാട്ടാക്കടയിലെ ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ശ്രീമാൻ PK കൃഷ്ണദാസിനെ പോലുള്ളവർക്ക് വളരെ ജയസാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ BJPയെ സംബന്ധിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 4 തുടങ്ങിയിട്ട് 13, ഇപ്പം ഇടയ്ക്ക് ചാണക്യാണ് 11 വരെ പറഞ്ഞത്. എൻ്റെ പ്രതീക്ഷ 11 കഴിഞ്ഞ് 12-ലേക്കോ 13-ലേക്കോ BJP പോയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് യാതൊരു അത്ഭുതത്തെ സംബന്ധിച്ചില്ല. അതിനനുസൃതമായിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.